ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും V3S ഫാമിലിയിലേക്ക് സ്വാഗതം. അപ്പോൾ രാവിലെ ഒരു ചായയൊക്കെ കുടിച്ച് നിൽക്കുകയാണ് കേട്ടോ. ചെടിയൊക്കെ നോക്കി അടുത്തതായി രാവിലത്തെ യുദ്ധത്തിലേക്ക് കിടക്കുകയാണ്. കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പെരിഞ്ചീരകം ഇട്ടിട്ട് ഇരുന്ന് കുത്തി ചതയ്ക്കുന്നുണ്ട്. എന്തിനാണെന്നറിയോ? ദേ കണ്ടോളൂ, കടലക്കറി ഉണ്ടാക്കാൻ പോവാണ്. കടലയിലേക്ക് സവാള, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം കൂടെ വാരി വിതറുന്നുണ്ട് കേട്ടോ. സ്ലോ മോഷനിലൊന്ന് ഇട്ട് നോക്കിയത് എങ്ങനെയുണ്ട്, കൊള്ളാവോ? ഇന്ന് വഴറ്റൊന്നുമില്ലാതെ ഈസി ആയിട്ടൊരു ചിക്കൻ കറി ആട്ടോ ഉണ്ടാക്കാൻ പോണത്. കടലക്കറി ആട്ടോ ഉണ്ടാക്കാൻ പോണത്. ചിക്കൻ കറി ആയിപ്പോയി. ഇത് കടലക്കറിയാണ്. വെളുത്തുള്ളി, ഇഞ്ചി, തക്കാളി, ഉള്ളിയൊന്നും വഴറ്റാതെ ഇട്ട് ഉണ്ടാക്കണത്. എണ്ണ വളരെ കുറവ് മതി. ലാസ്റ്റ് വറവ് ഇടാൻ വേണ്ടി, കടുകും മുളകും ഉള്ളിയൊക്കെ വറവിടാൻ വേണ്ടി മാത്രമാണ് എണ്ണ അതിൽ യൂസ് ചെയ്യണത്. പിന്നെ തേങ്ങ വറുത്തിട്ട് ചേർക്കുന്നുണ്ട്. അതിൽ എണ്ണ യൂസ് ചെയ്യണമെന്നില്ല. എണ്ണ ഇല്ലാതെ തേങ്ങ വറുത്തെടുക്കാം. ഞാൻ കുറച്ച് എണ്ണ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ സവാളയൊക്കെ വഴറ്റുമ്പോൾ നമുക്ക് ധാരാളം എണ്ണ വേണ്ടി വരും. ഇതിൽ ആ പരിപാടി ഇല്ല. അപ്പോൾ എല്ലാം സ്ലോ മോഷനിൽ കുക്കറിലിട്ട് ഞാനൊരു 6-7 വിസിൽ കൊടുക്കും കേട്ടോ. കാരണം എനിക്ക് കടല നന്നായി വേവുന്നതാണ് ഇഷ്ടം. കടല നന്നായി, അതാണ് ടേസ്റ്റ്. ഇങ്ങനെ കിടും കടിക്കണത് എനിക്കിഷ്ടമല്ല. അപ്പോൾ എല്ലാവരും എന്തൊക്കെ ആഡ് ചെയ്യണ്ടെന്ന് നോക്കൂ. എന്നിട്ട് തേങ്ങ ഫ്രൈ ചെയ്യുന്ന സമയത്ത് എന്തെല്ലാം ചേർക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, കണ്ടിട്ട് വരൂ. ഇഞ്ചി വെളുത്തുള്ളി ചതയ്ക്കുന്നതിനൊപ്പം പെരിഞ്ചീരകം നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആട്ടോ. ഒരു ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കണ ഒരു ടേസ്റ്റ് വരും നമ്മുടെ കടലക്കറിക്ക്. ഞാൻ ഒരുവിധം എല്ലാ നോൺ വെജ് ഐറ്റംസിലും പെരിഞ്ചീരകം യൂസ് ചെയ്യും. നമ്മുടെ ഡൈജഷന് സഹായിക്കും, ടേസ്റ്റും കൂടും. പിന്നെ ഇതിൽ ഞാൻ പച്ചമുളക് അങ്ങനെ ഇടുക ചെയ്യുക, ചതയ്ക്കാതെ അല്ലെങ്കിൽ അരിയാതെ അങ്ങനെ പച്ചമുളക് ഇടും. അതെന്തിനറിയോ? എൻ്റെ ചെറിയ ആൾക്ക് എരിവ് കൂടണ്ട വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്യണത്. ആവശ്യമുള്ളവർക്ക് പച്ചമുളക് അതിൽ ഉടച്ച് ചേർക്കാം. ലാസ്റ്റ് അവന് മാറ്റി വെച്ച ശേഷം ഞാൻ ആ പച്ചമുളക് അതിൽ ഉടച്ച് ചേർക്കും. വേവും ചെയ്യും. നമുക്ക് പിന്നെ ആവശ്യത്തിന് ഉടച്ച് ചേർത്താൽ മതിയല്ലോ. ഇനി അടുത്തത്. അപ്പോൾ എല്ലാം റെഡിയായി. ഇനി കുക്കറിൽ ഇട്ടിട്ട് അടിക്കാൻ പോവാണ്. ഇനി നമുക്ക് തേങ്ങ ചേർക്കുന്നതിൽ എന്തൊക്കെയാണെന്ന് നോക്കാം. തേങ്ങ, കുരുമുളക്, ചെറിയുള്ളി, കറിവേപ്പില, പച്ചമുളക്, പിന്നെ പെരിഞ്ചീരകം, ഇതെല്ലാം ചേർത്തിട്ടാട്ടോ വറുക്കുന്നത്. ഇതിൽ ഞാൻ ഒരു ഇത്തിരി എണ്ണ ചേർത്തിട്ടുണ്ട്. നമുക്ക് എണ്ണ ചേർക്കേണ്ട ആവശ്യമില്ല. ഡ്രൈ ഫ്രൈ ആയിട്ടും ചെയ്യാം. അത് ഹെൽത്തിയാണ്, നല്ലതാണ്, ടേസ്റ്റ് ഉണ്ടാവും. കാരണം തേങ്ങയിലുള്ള എണ്ണ അതിൽ ആവുമ്പോൾ തേങ്ങ ഫ്രൈ ആകുമ്പോൾ അതിൽ നിന്നൊരു എണ്ണ വരുമല്ലോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. വേറെ എണ്ണയുടെ ആവശ്യമില്ല. അപ്പോൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ലാസ്റ്റ് ഗരം മസാല ചേർത്ത് ഓഫാക്കി. ഞാൻ ഗരം മസാല ചേർത്താൽ അധികം ചൂടാക്കില്ല. ഗരം മസാല ലാസ്റ്റ് ചേർത്ത് അരച്ചെടുത്ത് നമ്മുടെ കടലച്ചേട്ടൻ വെന്തിട്ടുണ്ട്. അതിലേക്ക് ആഡ് ചെയ്തു. ഇനി നന്നായി തിളപ്പിക്കും. നന്നായി അടച്ച് വെച്ചിട്ട് നന്നായി ഒരു 10 മിനിറ്റോളം ഞാൻ ചെറിയ തീയിൽ വെച്ചിട്ട് അടച്ചു വെച്ച് തിളപ്പിച്ചു. ഇപ്പം അതിലേക്ക് ചേർക്കുന്നതാണ് പട്ടയില്ല, അതിനെന്താ പറയുക, ഈ ഇലയ്ക്ക് എന്താ പറയുക,
ബിരിയാണിയിലൊക്കെ ഇടുന്ന ഒരു ഇലയുണ്ടല്ലോ, അതാട്ടോ സംഭവം. എനിക്കതിൻ്റെ പേര് കിട്ടുന്നില്ല. ഇത് മേത്തി ലീവ്സാണ് ഇപ്പോൾ ചേർക്കുന്നത്. മേത്തി ലീവ്സ് കുറച്ച് നല്ല ഞെരടി ചേർത്തിട്ട് ഇനി അടച്ച് വെച്ചു. നന്നായി തിളച്ച് നല്ല കുറുകി വരുന്ന സമയത്ത് നമ്മൾ അതിലെന്ത് ചേർത്തു? വറവ് ചേർത്തു. ചെറിയ ഉള്ളി, മുളക്, കറിവേപ്പില വറവ് ചേർത്തു. കടുകും മുളകും കറിവേപ്പിലയും വറവ് ചേർത്തു. ഇനി നമുക്ക് കടലക്കുട്ടനെ കൂട്ടായിട്ട് പുട്ടുണ്ടാക്കാം. കുറ്റി വേണ്ട. ഈ ഒരു പുട്ട് നല്ല ടേസ്റ്റാട്ടോ. ഇങ്ങനെ ഇലയുടെ ആ സ്മെല്ലും ഇല വാടിയിട്ട് ആ സ്മെല്ലും നല്ല ടേസ്റ്റാണ്. പിന്നെ 3 പേരുണ്ടെങ്കിൽ ഇങ്ങനെ കുറച്ചുകൂടെ ഇല നീളമുണ്ടെങ്കിൽ കൂടുതൽ കഴിക്കണവർക്ക് അങ്ങനെ ഉണ്ടാക്കാം. ഇലയിൽ വെച്ചിട്ട് പുട്ടുണ്ടാക്കി നോക്കൂ. പെട്ടെന്ന് പണി കഴിയും. ഒരൊറ്റ ആവിയിൽ എല്ലാവർക്കുള്ള പുട്ട് നമുക്കാവും. നല്ല ടേസ്റ്റുമാണ്. ആ ഇലയുടെ മണവും എല്ലാം ആയിട്ട് നല്ല ടേസ്റ്റും കൂടിയാണ് ഈ ഒരു പുട്ടിന്. എനിക്ക് കുറ്റിയിൽ ഉണ്ടാക്കണേക്കാട്ടിലും നല്ലതായിട്ട് തോന്നി. നമുക്ക് ഇല കിട്ടുമ്പോൾ നാട്ടിലുള്ളവർക്കൊക്കെ സുഖമാണല്ലോ, ഇല എപ്പോഴും കിട്ടുമല്ലോ. പക്ഷെ ഞങ്ങൾക്ക് പൈസ കൊടുത്തിട്ട് വേണം. എന്നാലും വേണ്ടില്ല, ഇടയ്ക്കൊക്കെ ആവാം അല്ലേ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഈ പുട്ട്. ഇങ്ങനെ പുട്ടൊന്ന് ഉണ്ടാക്കി ട്രൈ ചെയ്യണം. എൻ്റെ കടലക്കറിയും എല്ലാവരും ട്രൈ ചെയ്യണം. അഭിപ്രായം പറയണം. എണ്ണ വളരെ കുറവായിട്ട് യൂസ് ചെയ്യണ കടലക്കറിയാണ്. സൂപ്പറാട്ടോ. അങ്ങനെ എൻ്റെ പുട്ട് ആവി വന്നു ഇല്ല. പുട്ട് ആവി വരാൻ വെച്ചിട്ടേ ഉള്ളൂ കേട്ടോ. അടച്ചു വെച്ചു. ഇപ്പോൾ വരും ആവിയെ. ദേ ആവിയൊക്കെ വന്ന് എൻ്റെ പുട്ട് റെഡിയായേ. പുട്ടൊന്ന് നോക്കൂ. ഇലയെല്ലാം വാടി നല്ല ടേസ്റ്റാട്ടോ ഈ പുട്ടിന്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നല്ല എൻ്റെ കടലക്കറിയും വെച്ച് ആ പുട്ടൊന്ന് കഴിച്ച് നോക്കണം. അഭിപ്രായം അറിയിക്കണം. അപ്പം പുട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. പുട്ട് എങ്ങനെയുണ്ട് കാണാൻ വലിയ ലുക്കില്ലല്ലേ? ഇലയിലുണ്ടാക്കിയതല്ലേ. ഷേപ്പൊക്കെ ഞാൻ ഉണ്ടാക്കണതിനനുസരിച്ചിട്ടായിരിക്കും. കുറ്റി പോലെ കറക്റ്റ് അല്ലല്ലോ, പക്ഷെ ടേസ്റ്റ് സൂപ്പറാട്ടോ. അപ്പോൾ എൻ്റെ പുട്ടും കറിയും ഒന്ന് നോക്കൂ. എല്ലാവരും ഉണ്ടാക്കണം, അഭിപ്രായം അറിയിക്കണം. അപ്പോൾ ബൈ.